ഹായ് ഫ്രണ്ട്സ്, നമ്മൾ മൈസൂർ അല്ല ഊട്ടിയിലാണെന്നുള്ളത്. ഊട്ടിയിലെ എർത്ത് വെർജിൻ എന്നുള്ള ഒരു ബേർഡ് പ്ലാന്റ് സാങ്ച്വറിയിലാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും ഓപ്പൺ ആയിട്ടാണ്. അപ്പോൾ അത് ഗ്രേ പാരറ്റ് ഉണ്ട്, സൺകോണിയുണ്ട്, വെറൈറ്റി ഉണ്ട്. ഒരു ബ്രീഡിംഗ് അല്ല, ഒരു എക്സിബിഷൻ എന്നുള്ള രീതിയിൽ എല്ലാ ബ്രീഡിനെയും തുറന്നു വിടുക എന്നുള്ളതാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഇതാണ്, നമുക്ക് വീട്ടിലൊക്കെ ചെയ്യാനൊരു ഇതാണ്. ഇത്ര നാൾ നമുക്ക് ബേർഡ്സിനോട് അത്ര താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഒരു ബേർഡ്സിനെ കൂടി ആയാലോ എന്നൊരാഗ്രഹം. ഇതിൻ്റെ എൻട്രിയും കയറുമ്പോൾ തന്നെ നല്ല രസമാണ്. ലാൻഡ്സ്കേപ്പിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ പെറ്റ് സ്റ്റേഷനിലൊക്കെ കണ്ട പോലെ തന്നെ പല പല സെക്ഷനായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പം മിക്കതും ഈ ഊട്ടിയിലൊരു ക്ലൈമറ്റിനനുസരിച്ച് ഉള്ള അങ്ങനത്തെ ഗ്രീൻ ഹൗസ് പോലത്തെ ഇതിൻ്റെ ഉള്ളിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ തന്നെ ബ്രീഡിംഗ് ബോക്സുകളും ചെറിയൊരു അരുവി പോലെ അവർ ഒരുക്കിയിട്ടുണ്ട്. കയറി വരുമ്പോൾ തന്നെ ഒരു ഇതിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ കലിംഗ മറ്റേ ഗ്രീൻ ഡക്സ് ഇല്ലേ, അപ്പോൾ അത് കുറച്ചവിടെ ഇട്ടിട്ടുണ്ട്. അതൊരു അട്രാക്ഷനാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് കേരളത്തിലേക്ക് ആൾക്കാരിലായിട്ട് എത്തിയിട്ടുണ്ട് ഈ സാധനം. ഇവർ നമ്മൾ ചെന്നപ്പോഴാണ് ആ അരുവിയിലുള്ളൊരു ഇത് ഓണാക്കിയത്. അതിപ്പോൾ മേലിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി വന്ന് നേരത്തെ നമ്മൾ കണ്ട കലിംഗ ഡക്സിൻ്റെ അങ്ങോട്ട് വെള്ളം വീഴുന്ന രീതിയിൽ മോട്ടർ വെച്ച് ചെയ്തേക്കുവാണ് അവർ. അപ്പം അതിലുള്ളിൽ ഇപ്പം നോക്കുവാണെങ്കിൽ ഗ്രേ പാരറ്റ്, സൺകോണിയൂർ, ഗ്രീൻ ചീക്ക്, കുറേ ബേർഡ്സ് അവർ തുറന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ കാണുന്ന റാബിറ്റ്സിനെ ഓപ്പണായിട്ട് വിട്ടിരിക്കുകയാണ്. ഇപ്പോൾ കലിംഗ ഡക്സ് അതിൻ്റെ ഉള്ളിലാണെങ്കിൽ റാബിറ്റ്സിനെ ഒരു ചെറിയൊരു കേജ് ഒരുക്കിയിട്ട് അവർ ഓപ്പണാക്കി വിട്ടേക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ അവർ ഈ ലോൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രീനറിയും നല്ല രീതിയിലുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഫോറസ്റ്റിൻ്റെ അകത്ത് ചെന്ന ഒരു ഫീൽ നമുക്ക് ശരിക്കും കിട്ടുന്നുണ്ട്. ഇത് റാബിറ്റിന് വേണ്ടി അവർ ഒരുക്കിയിരിക്കുന്ന ഒരു കേജാണ്. അതിന് ചെറിയ ഒരു വുഡൻ ഇതുപോലെയും വൈക്കോലൊക്കെ വെച്ച് ചെറിയൊരു ഇത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതെനിക്കാണ് ഒരെണ്ണത്തെ മാത്രം പിടിച്ചിട്ടേക്കുക, ബാക്കി എല്ലാവരെയും ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതിൽ വൈറ്റ് കളറ്, ബ്ലാക്ക് നേരത്തെ കണ്ട പോലത്തെ അങ്ങനത്തെ ടൈപ്പുണ്ട്. ഈ കേജ് കാണാൻ തന്നെ ഒരു രസമുണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഇതേപോലെ ഒന്ന് റെഡിയാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല കളർഫുള്ളായിട്ടാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ മഴയൊന്നും നനയില്ല. അപ്പം അതുകൊണ്ടാണ് അവർ ഇത്ര വൃത്തിയിലിരിക്കുന്നത്. പിന്നെ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്, നല്ല പുല്ലൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം അപ്പം നമ്മൾ ചെന്ന ഒരു സൺഡേ ആയിരുന്നു. അപ്പോൾ ഒരുവിധം കസ്റ്റമേഴ്സൊക്കെ വരുന്ന സമയത്താണ് അവർ ഓപ്പൺ ആക്കി വിടുന്നത്. അതേപോലെ തന്നെ ഈ കാണുന്ന പോലെ തന്നെ ഒരു ഫോട്ടോ എടുക്കാനുള്ള ഏരിയയും. ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ ബേർഡ്സ് നമ്മുടെ അടുത്തിട്ട് വരുമെന്നുള്ളത്. നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ അവിടെയുള്ള സ്റ്റാഫുകൾ നമുക്ക് സൺഫ്ലവർ സീഡ് തരും. അപ്പം സീഡ് നമ്മൾ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ബേർഡ്സ് നമ്മുടെ അടുത്തേക്ക് വരും. ഇതൊരു കോയിലിൻ്റെ ഇതിലുള്ളതാണ്. എനിക്ക് പേരിനെ പറ്റി വലിയ രീതിയിൽ അറിയില്ല. ഞാനവിടെ ചോദിച്ചപ്പം ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്യുന്ന ടൈപ്പാണ്, ഒരു പേരാണ് അവർക്കുള്ളതെന്ന് പറഞ്ഞു. നോർമലി ഡേ ടൈമിൽ അവർ മാളത്തിലിരിക്കുന്ന ടൈപ്പാണ്. ഇപ്പോൾ മുയലിനെ അഴിച്ചു വിട്ടപ്പം അതെല്ലാം വെട്ടിപ്പോൾ ഒരു പുറത്തിട്ട് ഇറങ്ങിയാന്ന് പറഞ്ഞു. ഇത് ബട്ടൺ കോയിലാണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഇങ്ങനെ ബേർഡ്സിനെ പറ്റി അത്ര വലിയ ക്ലാരിറ്റി ഇല്ല. ബട്ട് കാണാൻ നല്ല രസമുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടി തന്നെ ഇങ്ങനെ നടന്നു പോകണമാണ്. അപ്പോൾ ഓരോ സ്ഥലത്തും ഇങ്ങനെ ഒന്നൊന്നൊരു ഏരിയയിൽ നമുക്ക് കുറേ ബേർഡ്സിനെ കാണാം. ഈ പറഞ്ഞ പോലെ സൺകോണിയൂറിൻ്റെ ടൈപ്പ് കോക്ടെയിൽ അവിടെ ഇരിപ്പുണ്ട്, ഗ്രേ കളറ്. അതേപോലെ ആൽബിനോ കോക്ടെയിൽസ് അവിടെ കാണാം. അപ്പം ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലൂ മക്കാവൻ അവർ വെച്ചിട്ടുണ്ട്. ഈ സ്റ്റാഫുകൾ നമ്മുടെ അടുത്തായിട്ട് ഒരു ബേർഡ്സിനെ കൊണ്ട് തരും. അപ്പം ആ ഒരു ഏരിയയിൽ വെച്ചാണ് അവർ ഫീഡ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ചോദിച്ചായിരുന്നു. അപ്പോൾ ആ ഏരിയയിൽ ഈ ഒരു കേജിൻ്റെ ചുറ്റുമാണ് ഫീഡ് ചെയ്യണത്. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ ഫുഡ് കാണിച്ചു കഴിഞ്ഞാലാണ് ബേർഡ്സ് നമ്മുടെ അടുത്തായിട്ട് വരുള്ളൂ. അപ്പോൾ അവരതങ്ങനെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലൊക്കെ ആണെങ്കിലും കുറച്ചും കൂടി നല്ലതാണ് ടൈം ചെയ്തെടുക്കാൻ നേരത്ത്. ഒരു ഏരിയയിൽ പർട്ടിക്കുലർ ഏരിയയിൽ വെച്ച് ഫീഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സൗണ്ടും ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ അങ്ങോട്ട് ഓടി വരും. ഇതൊരു ബ്ലൂ മക്കാവാണ്. 6 months ആണ് അതിൻ്റെ ഒരു ഏജ് പറഞ്ഞത്. അതിപ്പോൾ കൊണ്ടുവന്നിട്ട് ഒരു 3 മാസം കണ്ട് ആയിട്ടുള്ളൂ. അപ്പോൾ അത് ട്രെയിൻ ചെയ്തിട്ട് വേണം തുറന്നു വിടാൻ. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ സീഡ് തന്നിട്ട് ബേർഡ്സിനെ നമ്മുടെ അടുത്തിട്ട് അട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു മെയിൻ ഇത്. ഇപ്പോൾ ആദ്യം ചെന്നപ്പോൾ നമുക്ക് 1-2 ഉണ്ടായിട്ടുള്ളൂ. കൊണിയൂറൊക്കെ പതുക്കെ വന്നിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഫോട്ടോസ് എടുക്കുകയും അത് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ശരിക്കും ബേർഡ്സ് ഇത്ര ഒരു റിലീഫാണെന്ന് ശരിക്കും ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മുയലിനൊക്കെ തുറന്നു വിട്ടിട്ടുണ്ട്. ഇത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കേജ് അവർ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഫെസൻറ്റിന് വേണ്ടി. ഒരു നാച്ചുറൽ കേജ് എന്നൊക്കെ പറയാം, ആർട്ടിഫിഷ്യലല്ല ബാക്കിയുള്ള. അതേപോലെ തന്നെ ഷുഗർ ഗ്ലൈഡറിനും അവിടെ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. ഒരു അക്വേറിയം പോലെ സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫെസൻറ്റിൻ്റെ ആ കേജാണ്. ഒരു പെയർ അതിനകത്ത് അവിടെ ഇട്ടിട്ടുണ്ട്. ഗ്ലൈഡറിനും ഒരു എക്സിബിഷൻ എന്നുള്ള രീതിയിൽ അവർ ഇട്ടിട്ടുണ്ട്. അപ്പം ഇതിൽ നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ശരിക്കും അക്രലിക്കിൽ ചെയ്തിരിക്കുന്ന ഒരു കേജാണ്. റാബിറ്റിന് വേണ്ടി അവർ ഒരുക്കിയിരിക്കുന്നതാണ്. ഇപ്പോൾ കൊണിയൂർസ് അവിടെയുള്ള ചെടിയൊക്കെ ഉള്ളിലുള്ളതുകൊണ്ട് ഇവർ ഈ ഇല ഇതെല്ലാം കഴിച്ച് നല്ല രീതിയിൽ
ശരിക്കും അത് എത്രയും കഴിക്കണ്ട. അപ്പോൾ എനിക്ക് ആദ്യം ഡൗട്ടുണ്ടായിരുന്നു, ഇത്രയും ചെടികൾ ഇത്രയും ബേർഡ്സ് ഉള്ളപ്പോൾ ഇവരെല്ലാം കഴിയും. അവർ പറഞ്ഞ് ഒരു ഇതായി കഴിയുമ്പോൾ അവർ ക്ലോസ് ചെയ്യും. എന്നിട്ട് ഒരുവിധം എക്സിബിഷൻ ആൾക്കാർ വരുന്ന ദിവസങ്ങളിൽ, ഹോളിഡേയ്സിൽ തിരക്കുള്ള ദിവസങ്ങളിലാണ് അവർ ഇവിടെ തുറന്നു വിടുക. ഇല്ലെങ്കിൽ ഇലയൊക്കെ കടിച്ച് പിടിച്ച് കളഞ്ഞേനവർ. പക്ഷേ നല്ലൊരു ഫീലാണ്. നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ഊട്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ അധികം ആർക്കും അറിയില്ല. നമ്മളിപ്പോൾ കൊച്ചിയിലൊക്കെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും അവിടുത്തെ ഒരു ക്ലൈമറ്റും അവിടുത്തെ സ്റ്റാഫിൻ്റെ ബിഹേവിയർ ആണെങ്കിലും നല്ല രീതിയിലായിരുന്നു. നമുക്ക് ശരിക്കും ഒന്ന് ഊട്ടി പോവുകയാണെങ്കിൽ വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. നല്ല രീതിയിൽ ഫോട്ടോസ് എടുക്കാനും ഇവരെ എത്ര അടുത്ത് ഇടപെടാനും പറ്റും നമുക്കതിനകത്ത്. ഈ ഒരു ഫെസൻറ്റിനെ അവർ തുറന്നു വിട്ടിട്ടില്ല. ഫെസൻറ്റ് കുറച്ച് അറ്റാക്കിങ് ഇതുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു അതിന് തുറന്നു വിട്ടില്ല. ഒരു പെയറിനെ ആ പെയറിനെ തന്നെ അവർ തിരിച്ചായിട്ടിരിക്കണേ. അപ്പോൾ അതൊന്ന് ട്രെയിനായി വരണം. നേരത്തെ കണ്ട കോയിലാണ്, അവരിങ്ങനെ ഓടി നടക്കുകയാണ് ഇവിടെ. ഞാൻ അവരുടെ ചോദിച്ചപ്പോൾ ഇത് നല്ല സൗണ്ട് ഉണ്ടാക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. അറിയില്ല ഇതിനെപ്പറ്റി. ഒന്ന് വളർത്തി നോക്കാം പതുക്കെ, ഇനി എന്തെങ്കിലും വരുവാണെങ്കിൽ തന്നെ. ഇവിടെ ഇപ്പോൾ ഒരു ഗ്രേ പാരറ്റും ഉണ്ട്. ഒരു പെയർ ഗ്രേ പാരറ്റാണ് അവരുടെ ഉള്ളത്. പിന്നെ അതേപോലെ തന്നെ കൊണിയൂറും അവരുടെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇതേപോലെ നമ്മൾ കൈ വെച്ച് കൊടുത്ത് ഫീഡ് എടുത്ത് സൺഫ്ലവർ സീഡ് വെച്ച് കഴിഞ്ഞാൽ അത് കഴിക്കാൻ വേണ്ടി വരും. അതാണ് അവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ. പക്ഷെ നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതെല്ലാം നമ്മുടെ ദേഹത്തും കയ്യിലെല്ലാം കയറി ബേർഡ്സ് അത്ര അടുത്ത് വരും എന്നുള്ളതുകൊണ്ടാണ് ഒരു നല്ലൊരു അട്രാക്ഷൻ പോയിൻ്റായിട്ട് ഇതിപ്പോഴും കാണുന്നത്. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു കേരളത്തിലൊരു 3-4 സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ ഇത് തുടങ്ങിയിട്ടുണ്ട്. ഇനിയും ഓരോ ജില്ലകളിൽ വരും. അപ്പോൾ ആൾക്കാർ കുറച്ചും കൂടി പെറ്റ്സായിട്ട് അടുത്തിടപഴകാനും കുറച്ചും കൂടി പെറ്റ്സിനെ പറ്റി അറിയാനും അതിനെപ്പറ്റി ചിലപ്പോൾ ഒരു സമയം സ്പെൻഡ് ചെയ്യാനും പറ്റിയുള്ള ഏരിയ എന്നുള്ള രീതിയിൽ ഇങ്ങനത്തെ ഒരു പെറ്റ് സൂകൾ ഇനിയും കേരളത്തിൽ വരും. നമ്മുടെ ഒരു ആഗ്രഹവും കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ തുടങ്ങണമെന്നുള്ളത് തന്നെയാണ്. നമുക്ക് ഇങ്ങനത്തെ ഓരോ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ആഗ്രഹം ശരിക്കും കൂടുന്നത്. പക്ഷേ ഇവർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എല്ലാ ബേർഡ്സും നല്ല ഹെൽത്തിയാണ്. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റി. ഇപ്പം പെറ്റ്സിനെ പറ്റി അറിയാവുന്നവരല്ലെങ്കിൽ ജസ്റ്റ് വല്ലപ്പോഴും കാണാമെന്നുള്ളൊരു ചെറിയ താല്പര്യമുള്ളവർക്കാണെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. എൻ്റെ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ആദ്യമായിട്ടാണ് ഒരു ബേർഡിന് ഇത്രയും അടുത്തും അല്ലെങ്കിൽ ഇത്രയും വെറൈറ്റി ഉണ്ടെന്നും ഇതിന് ഇത്ര റേറ്റ് ഉണ്ടെന്നൊക്കെ അറിയണത്. അപ്പോൾ അതിൻ്റെ ഓരോരോ എന്താണ് റിങ്, എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ്, എന്താണ് സ്പെസിഫിക്കേഷൻ എന്നൊക്കെ അറിയണത് ഇങ്ങനെയാണ്. അപ്പോൾ അത് ഇപ്പോൾ ഇങ്ങനത്തെ പെറ്റ്സുകൾ വരുന്നത് തന്നെയാണ് ഈ പെറ്റ്സിനെ കൂടുതൽ ആൾക്കാരുടെ അടുത്തിട്ട് എടുപ്പിക്കാനും കുറച്ചും കൂടി പറ്റുന്നത്. കുറച്ചേ ഉള്ളൂ. എൻ്റെ കയ്യിലോട്ട് വരികയാണെങ്കിൽ ഇത് മൊത്തം തരാം. തന്നെ നമ്മളത് ശരി ആരും ഓരോ ഫോട്ടോ ഞാൻ എടുക്കണം. നീ മേടിക്കണം. നിൻ്റെ ക്യാമറയാണ് ഞങ്ങൾ ജീവിച്ചു പോണത്. നിൻ്റെ ഷേർഖാൻ വന്നു. చాలా ഡേഞ്ചറസ് ബോയ്. ഇത് എടാ ഇങ്ങോട്ട് എന്തിനാ വരണേ? തീറ്റ കൊടുക്കാൻ ഇതിനെനിക്കറിയത്തില്ല. ഇതിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. തീറ്റ കൊടുക്ക് ചേച്ചി. തീറ്റ ഇച്ചിരി തീറ്റ എന്ത്